നരേന്ദ്രമോദി സർക്കാർ പൂർണ്ണ ഫാസിസ്റ്റ് സർക്കാരല്ലെന്ന CPIM കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വിശദീകരണവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഫാസിസത്തെപ്പറ്റി CPIMന് കൃത്യമായ ധാരണയുണ്ട്. ലോകത്ത് പുതിയ ഒരു രീതി ഉയർന്നു വരികയാണ്. അത് നിയോ ഫാസിസമാണ്. RSS ഫാസിസ്റ്റ് സംഘടനയാണ്. RSSനാൽ നയിക്കപ്പെടുന്ന BJP തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രധാന ശത്രുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്താണ് നിയോ ഫാസിസം? എന്താണ് ഫാസിസം? മാർക്സിസ്റ്റുകാർ ഫാസിസം ഉപേക്ഷിച്ചിരിക്കുകയാണോ? ഇപ്പോഴും ഫാസിസല്ലേ? ഇപ്പോഴും ഫാസിസമാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, എങ്കിൽ ഈ സമരം നടക്കില്ല. അതിന്റെ അർത്ഥം ഇന്ത്യ പഴയകാലത്തെ ഫാസിസത്തിന്റെയോ പുതിയ കാലത്തെ ഫാസിസത്തിന്റെയോ ഭാഗമായി നിൽക്കുന്നു എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ധാരണ വേണം. അതിപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് BJPയുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രാഷ്ട്രീയ പ്രമേയത്തിന്റെ അകത്ത് ഫാസിസം എന്നുള്ള പദം CPIM പ്രയോഗിക്കാത്തത് എന്ന് രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് രേഖ എവിടെയോ കണ്ടതോ പറഞ്ഞതോ ആരോ പറഞ്ഞതോ മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയിട്ടോ ഇപ്പൊ ചില ആളുകൾ ചില ബുദ്ധിജീവികൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിലൊന്നും തർക്കമില്ല. ഞങ്ങൾക്കിത് വ്യക്തമായ ധാരണയുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം അതെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നുണ്ട്. പിടിച്ചെടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് ഒരു സീറ്റ് നമ്മൾ പിടിച്ചു, ഒരു സീറ്റ് അവരും പിടിച്ചു. അങ്ങനെ കണ്ടാൽ മതി. ക്യാമ്പ് ചെയ്താണെന്ന് ജയിക്കൂല എന്ന് മനസ്സിലായില്ലേ? ക്യാമ്പ് ചെയ്തുകൊണ്ടൊന്നും ഒരു ജയിക്കൂല. എത്ര വോട്ടിനാണ് തോറ്റല്ലോ. അതെ അതെ, അതൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് പണം ഒഴുക്കിയിട്ടുണ്ട്. 1 കോടി രൂപ ഒറ്റ വാർഡിന് വേണ്ടി ചിലവാക്കിയതാണ് വിവരം, കിട്ടിയിട്ടുള്ള വിവരം. അപ്പോൾ അത് വെച്ചുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ അവരെല്ലാ വാഗ്ദാനവും നൽകിയിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ജനങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി ആ വാർഡ് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ട് മാറ്റി എന്നുള്ളതാണ്. ഇത് മാത്രമൊന്നുമല്ല, ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ശശി തരൂരിൻ്റെ പ്രസംഗം, ഇപ്പം നടന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ്, ഇനിയും നടക്കാൻ പോകുന്ന നിരവധിയായ പദ്ധതികൾ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ശ്രദ്ധയാകർഷിച്ച് മുമ്പോട്ടേക്ക് പോകല്ലേ. അതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വരാൻ പോകുന്ന 2026 മെയ് നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും നല്ലതുപോലെ പ്രതിഫലിക്കും. ശശി തരൂരിൻ്റെ പ്രസംഗം പ്രതിഫലിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രതിഫലിക്കും. അതിനെതിരായിട്ട് KC വേണുഗോപാലൻ പറഞ്ഞുള്ള കാര്യങ്ങൾ ഇതൊക്കെ പ്രതിഫലിക്കും. ഇപ്പോൾ പിടിക്കാനില്ല. പിന്നെന്താ, ഒരു സംശയമില്ല അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അത് കോൺഗ്രസ്സുകാർക്ക് തന്നെ സംശയമില്ല ഇപ്പോൾ, അല്ലേ? മുല്ലപ്പള്ളി പറയുന്നുണ്ട്, അതുപോലെ തന്നെ ശശി തരൂർ പറയുന്നുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ പറയുന്നുണ്ട്, അവിടെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായത് വലിയ മുന്നേറ്റമാണ്. വീണ്ടും LDFന്റെ സർക്കാർ 2026 അധികാരത്തിൽ വരുന്ന സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു.